നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന് നമ്മൾ പഠിച്ചത് വയനാട് ജില്ലയെക്കുറിച്ചാണ്. വയനാടിന് ഈ വിശേഷണം നേടിക്കൊടുക്കുന്ന പഞ്ചായത്താണ് നൂൽപ്പുഴ. ഒരു വശത്ത് മൈസൂർ ജില്ലയും മറ്റൊരു വശത്ത് നീലഗിരി ജില്ലയും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പഞ്ചായത്ത്. കുറച്ചുകൂടി വിശദമാക്കിയാൽ, ഒരു വശത്ത് കർണാടകത്തിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതവും മറ്റൊരു ഭാഗത്ത് തമിഴ്നാട്ടിലെ മുതുമലൈ കടുവാ സങ്കേതവും. ആ നൂൽപ്പുഴയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച സിക്കിൾ സെൽ അനീമിയ രോഗികളുടെ പരിരക്ഷാ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ ആണ് ഇതോടൊപ്പമുള്ളത്. 3-4 നിലയിലുള്ള ഒരു ബ്ലോക്ക് യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിന്റെ ഒരറ്റം എന്ന് പറയാവുന്ന ഒരു പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രത്തിലാണ്. സ്വന്തമായി ഫിസിയോതെറാപ്പി ബ്ലോക്ക് ഒക്കെ ഇതിനകം ആ സ്ഥാപനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സിക്കിൾ ആൻഡ് പാലിയേറ്റീവ് റീഹാബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു വരുന്ന മന്ത്രി നമ്മളെ കാട്ടിത്തരുന്ന അടുത്ത കാഴ്ച ഫിസിയോതെറാപ്പി ബ്ലോക്കിലെ ജി ഗേറ്റർ എന്ന റോബോട്ടിക് ഉപകരണത്തിൽ നടന്നു ശീലിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ആ കാഴ്ചകൾക്ക് മുന്നിൽ നിന്ന് താൻ സമർപ്പിച്ച പദ്ധതി നിർദ്ദേശങ്ങളെ യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് വികാരാധീനനാകുന്ന അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദാഹറിനെ മറ്റൊരു വീഡിയോയിൽ കണ്ടു. എങ്ങനെയാണ് ഈ സർക്കാർ നമ്മുടെ നാടിനെ മാറ്റിയതെന്ന് നോക്കൂ. നൂൽപ്പുഴ പോലൊരു വിദൂര ഗ്രാമത്തിലെ ജനങ്ങളിൽ പോലും പ്രതീക്ഷ പകരുന്ന ആ മാറ്റങ്ങളെ വിപ്ലവം എന്നല്ലാതെ എന്ത് പേരിട്ട് വിളിക്കും? ആരും സമ്മതിച്ചില്ല. ഇത്രയും എക്യുപ്മെന്റ്സ് ഇവിടെ വേണ്ട. പക്ഷെ ആ രോഗിയുടെ സന്തോഷം